ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ക്യാഷ് ബജറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ക്യാഷ് ബജറ്റ് ബിസിനസ്സിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ക്യാഷ് ബജറ്റിങ്ങിന് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നെറ്റ് ഇൻകം മെത്തേഡ്. അപ്പോൾ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിനാണ് ഈ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. അതായത് വെൻ ദ എക്സ്പെൻസസ് ഓർ ദി റെസിപ്റ്റ്സ് ആർ ഗിവൺ, you identify various receipts and payments, and we are finding out the difference between these receipts and payments, and we identify what should be the cash balance to be maintained in every business. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ പ്രോഫിറ്റബിൾ ആവുള്ളൂ. സോ വി ക്യാൻ സീ വൺ ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ഈസ് based on the net income method. So this is the question number 1 in page number 237 of your textbook. So Bima Limited expects to have rupees 1,20,000 cash in hand on 1/4/2014, and you are required to prepare the estimate of cash position during the first quarter of the financial year 2014. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ക്വാർട്ടറിലേക്ക് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. So we are provided with the information. First it is provided with the months starting from February till June, and different items are also given. You can see the items. Sales is given, purchases are given, wages for each month are given, factory expenses is given, office expenses, and selling expenses. So different expenses and also the receipts of different payments are also for different months are also given. Now you can see some additional information. So you can see the additional information. The period of credit allowed by the supplier is 2 months, and second one is credit allowed to customer is 1 month. Delay in payment of expenses 1 month. 20% of the sale is for cash. Income tax of 57,500 is due to be paid on June 15, 2014, and the company is to pay dividend to the shareholders and bonus to the workers is rupees 15,000 and 22,500 respectively in the month of April, and the planned costing rupees 5 lakh has been ordered and is expected to receive and pay in the month of May 2014. സോ നമുക്കിങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബേസിക്കലി നമ്മളോട് പറയുന്നത് ഈ കമ്പനിയുടെ സർട്ടൺ മന്ത്സിലെ പല പല റെസിപ്റ്റുകളെ പറ്റിയും പേയ്മെൻറ്റുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എസ്റ്റിമേഷനാണ് നമുക്ക് ക്വസ്റ്റ്യന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എസ്റ്റിമേഷനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു പ്രിപ്പയർ അവർ ക്യാഷ് ബജറ്റ് ഓൺ ദ ബേസിസ് ഓഫ് അവർ നെറ്റ് ഇൻകം മെത്തേഡ്. സോ വി ഹാവ് ഫ്യൂ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഫോർ പ്രിപ്പയറിങ് അവർ ക്യാഷ് ബജറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു എസ്റ്റിമേഷനാണ്, ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ ക്യാഷ് ബജറ്റ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാണാം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് എന്താണ്, എന്നിട്ട് ഇത് നമുക്ക് ചില സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ദ ഫോർമാറ്റ് ഓഫ് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ദ സ്റ്റേറ്റ്മെൻറ്റ്. So we should have depending upon the time period, we should have the number of columns. Okay, നമ്മളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദ സ്റ്റെപ്സ്. നമുക്ക് സ്റ്റെപ്സ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമ്മളൊരു സാമ്പിൾ സ്റ്റെപ്സ് എടുത്തിരിക്കുകയാണ്. സോ യു ക്യാൻ സീ ദ സ്റ്റെപ്സ്. ഫസ്റ്റ് ഡിസൈഡ് ദി ബജറ്റ് പീരീഡ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ പല രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻസ് കൂടുതലുള്ള ബിസിനസ് ആണെങ്കിൽ ചിലപ്പോൾ ഡെയിലി ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യും. ഡെയിലി ബേസിസിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിൽ ചെയ്യാം, ഓർ മന്ത്ലി ബേസിസിൽ വേണമെങ്കിൽ ചെയ്യാം, ഓർ ക്വാർട്ടർലി ബേസിസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ചെയ്യാം, ഓർ ഇയറിൽ ഒരു പ്രാവശ്യം മാത്രം ബജറ്റ് അനലൈസ് ചെയ്യുന്നവരുമുണ്ട്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ കമ്പനിയുടെ റിക്വയർമെൻറ്റും കമ്പനിയുടെ ട്രാൻസാക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഡിസൈഡ് ദി ബജറ്റ് പീരീഡ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഡിസൈഡ് ദി ബജറ്റ് പീരീഡ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് 1,20,000 ഇൻ ക്യാഷ് ഇൻ ഹാൻഡ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ the estimation during the first quarter of the financial year. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ദി ഫസ്റ്റ് ക്വാർട്ടറിലേത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ ഒരു വർഷം എത്ര ക്വാർട്ടറുണ്ട്? 4 ക്വാർട്ടറുണ്ട്. അതായത് 3 months വെച്ചുള്ള ക്വാർട്ടർ, 3 months വെച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്? ക്വാർട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ് ആസ് ഓൺ 1/4/2014. അപ്പോൾ നമ്മളോട് ക്യാഷ് ഇൻ ഹാൻഡ് ആ ഒരു ഡേറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന് തൊട്ട് ഒരു ക്വാർട്ടറിലേക്കുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1 quarter വിൽ ബി ഈക്വൽ ടു 3 months എന്നാണ് നമ്മളുടെ കണക്ക്. ഓക്കെ, 1 quarter ഈസ് ഈക്വൽ ടു 3 months. അങ്ങനെയെങ്കിൽ ഏതൊക്കെ മാസത്തിലായിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെഴുതാം? നമ്മൾ 3 മാസത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി പ്രൊവൈഡ് 3 columns, 1, 2, 3. So these column headings will be, it starts from April onwards. April, May and June. And this column we can provide it for particulars. Okay. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മളുടെ ടൈം പീരീഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിസൈഡ് ദി ബജറ്റ് പീരീഡ്. അപ്പോൾ നമ്മൾ ബജറ്റ് പീരീഡ് അനലൈസ് ചെയ്തു. ക്വസ്റ്റ്യനിൽ ക്വാർട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്വാർട്ടർ നമ്മളിവിടെ എഴുതി. ഓക്കെ, നമ്മളിതിൻ്റെ ഹെഡിങ് എഴുതണം. ഇതിൻ്റെ ഹെഡിങ് എന്താണ്? ക്യാഷ് ബജറ്റ്. ഓക്കെ, ക്യാഷ് ബജറ്റ്, ക്യാഷ് ബജറ്റ് ഓഫ് ബീമ ലിമിറ്റഡ്, ക്യാഷ് ബജറ്റ് ഓഫ് ബീമ ലിമിറ്റഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. ദി ക്യാഷ് ബജറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദി ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദി ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ബീമ ലിമിറ്റഡ് എക്സ്പെക്ട്സ് ടു ഹാവ് 1,20,000 ആസ് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പം 1/4/2014 നമ്മളോട് പറയുന്ന ക്യാഷ് ബാലൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. സോ വി ക്യാൻ സേ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദി ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഐറ്റം ഈ ക്യാഷ് ബജറ്റിൽ എഴുതാൻ പോവാണ്. ദ ഫസ്റ്റ് ഐറ്റം that we are going to write here is the opening balance. Okay, this opening balance, opening balance. അപ്പം ഓപ്പണിംഗ് ബാലൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏത് വർഷത്തെയാണ്? 1/4/2014. അതാണ് എന്ത്? ഏപ്രിൽ ഫസ്റ്റിലത്തെ വാല്യൂ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് 1,20,000. ആർക്കെങ്കിലും കുഴപ്പമില്ലല്ലോ, കറക്റ്റ് ആണല്ലോ. ഓപ്പണിംഗ് ബാലൻസ് 1,20,000. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ക്ലാസിഫൈ all the items provided in the question into receipts and payments. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഐറ്റംസ് കണ്ടോ? ഇതാണ് ഐറ്റംസ്. സെയിൽസ് ഉണ്ട്, പർച്ചേസസ് ഉണ്ട്, വേജസ് ഉണ്ട്, ഫാക്ടറി എക്സ്പെൻസസ് ഉണ്ട്, ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റെസിപ്റ്റും പേയ്മെൻറ്റുമായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നോക്കിക്കോളൂ, റെസിപ്റ്റ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? സെയിൽസ് എന്താണ്? സെയിൽ ഈസ് എ റെസിപ്റ്റ് അല്ലേ? നമ്മൾ സാധനം വയ്ക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. നെക്സ്റ്റ് പർച്ചേസസ്, പൈസ പോവുകയാണ്. സോ ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ്. വേജസ് പേയ്മെൻ്റ് ആണ്. ഫാക്ടറി എക്സ്പെൻസസ് പേയ്മെൻറ്റ്, ഓഫീസ് എക്സ്പെൻസസ് പേയ്മെൻറ്റ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ഓൾസോ പേയ്മെൻറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ ഓരോ ഐറ്റത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ക്ലാസിഫൈങ് ദാറ്റ് ഇൻ ടു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. നമ്മുടെ തേർഡ് സ്റ്റെപ്പും കഴിഞ്ഞു. വി ക്ലാസിഫൈ ദി ഐറ്റംസ് ഇൻ ടു ദി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് റെക്കോർഡ് ഓൾ റെസിപ്റ്റ്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡിലേ പീരീഡ്. അപ്പോൾ നമുക്കറിയാലോ ഈ ഡിലേ പീരീഡ് ഇല്ലെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് ക്യാഷ് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടു മച്ച് എമൗണ്ട് ഓഫ് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് റെസിപ്റ്റുകൾ റെക്കോർഡ് ചെയ്യണം. സോ വി നീഡ് ടു റൈറ്റ് ദി ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ആഫ്റ്റർ ഓപ്പണിംഗ് ബാലൻസ് യു ഷുഡ് റൈറ്റ് എ ഹെഡിങ് നോൺ ആസ് റെസിപ്റ്റ്സ്, RECEIPTS, റെസിപ്റ്റ്സ്. നമ്മളത് എഴുതുക, അണ്ടർലൈൻ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര റെസിപ്റ്റേ ഉള്ളൂ? എ സിംഗിൾ റെസിപ്റ്റ്. ദ റെസിപ്റ്റ് ഈസ് ദി സെയിൽസ് വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിൽ വാല്യൂ നമ്മൾ ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യണം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കണം. അപ്പോൾ നോക്കിക്കോളൂ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്: ദി ക്രെഡിറ്റ് അലൗഡ് ടു ദി കസ്റ്റമർ ഈസ് 1 month. The period of credit allowed by the supplier is 2 months. Delay in payment of all expenses is 1 month, and 20% of the sales are in the form of cash. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ഇതിൻ്റെ അകത്ത് ഏതാ കിടക്കുന്നത്?
സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെയിൽ നടക്കുന്നത് ആരുമായിട്ടാണ്? കസ്റ്റമറുമായിട്ടാണ്. അപ്പം ഈ ക്രെഡിറ്റ് കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്ന എത്ര നാളത്തേക്കാണ്? 1 month. അതായത് ഈ ഫെബ്രുവരിയിൽ വിറ്റാൽ അതെന്നേ കിട്ടുള്ളൂ? മാർച്ചിലേ കിട്ടുള്ളൂ. മാർച്ചിലത്തെ പൈസ എന്നേ കിട്ടുള്ളൂ? ഏപ്രിലേ കിട്ടുള്ളൂ. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഡിലേ ഓഫ് 1 month എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, സെയിൽസ് 20% ഈസ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഓരോ സെയിലും, ഓക്കെ ആണല്ലോ, ഓരോ സെയിലും വിൽക്കുമ്പോൾ തന്നെ 20% ക്യാഷ് ആയിട്ട് കിട്ടും. ബാക്കിയുള്ള എമൗണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ്. ആ ക്രെഡിറ്റ് എത്ര നാളത്തേക്കുള്ളതാണ്? 1 monthലേക്കുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ടേബിൾ വരയ്ക്കും, എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും എല്ലാ മാസവും എങ്ങനെയാണ് സെയിൽസ് വന്നിരിക്കുന്നതെന്ന്. നമ്മൾ സെയിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ടേബിൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നോക്കിക്കൊള്ളുക, ഓരോ മാസത്തെ സെയിൽ വാല്യൂസ് എഴുതാനായിട്ടുള്ള കോളംസ് ഉണ്ട്. നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് 20% ക്യാഷിൽ നമ്മൾ കൊടുക്കുമെന്ന് വിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിമൈനിങ് 80% എന്തായിരിക്കും? ക്രെഡിറ്റിലായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിങ്ങളുടെ വാല്യൂസ് നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ഫെബ്രുവരിയിൽ സെയിൽ എത്രയാണ്? 75,000. അപ്പോൾ നമുക്ക് നോക്കാം, 75,000 ആണ് അല്ലേ. അപ്പോൾ ഈ 75,000 പ്രത്യേകത എന്താണ്? ഈ 75,000 അന്നേരം തന്നെ എത്ര കിട്ടും? 20% സെയിൽ ഈസ് ഫോർ ക്യാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 75,000 ഇൻറ്റു 20%, അതായത് 15,000 അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? ഈ ഫെബ്രുവരിയിൽ 15,000 റുപ്പീസ് നമുക്ക് ക്യാഷ് ആക്കി എഴുതാം. ഓക്കെ ആണല്ലോ. പക്ഷേ പ്രോബ്ലം എന്താണ്? ക്രെഡിറ്റ് അലൗഡ് ടു ദ കസ്റ്റമർ ഈസ് 1 month. അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന 80%ൻ്റെ കേസ് എന്താണ്? ഇത് 80% എത്രയാണ്? 60,000. അപ്പോൾ ഈ 60,000 1 month പീരീഡ് ക്രെഡിറ്റാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഏത് മാസമേ കിട്ടുള്ളൂ? തൊട്ടടുത്ത മാസം മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെയിൽ എന്ന് പറയുന്നത് 75,000 ആണ്. ഈ 75,000 റുപ്പീസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ആ മാസം 15,000 കിട്ടും, അടുത്ത മാസം 60,000 കിട്ടും. ഇനി നമുക്ക് നോക്കാം, രണ്ടാമത്തേത് മാർച്ചിൽ 84,000ൻ്റെ സെയിൽസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിവിടെ 84,000 എന്ന് എഴുതാം. അപ്പോൾ ഈ 84,000ൽ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യണം. ഇതേ കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്? 84,000ൻ്റെ നോക്കാം, നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കിക്കോളൂ. 84,000 ആണ് നമുക്കുള്ളത്. 84,000 ഇൻറ്റു അതിൻ്റെ 20% ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 20% നമുക്ക് 16,000, ദ വാല്യൂ 16,800. അപ്പോൾ അത് നമുക്ക് അതേ മാസം കിട്ടും ആണല്ലോ, 16,800. അപ്പോൾ റിമൈനിങ് 80%, 67,200. ഈ 67,200 എപ്പോഴേ കിട്ടുള്ളൂ? അത് നെക്സ്റ്റ് മന്തിലേ കിട്ടുള്ളൂ. ഓക്കെ, 67,200. ക്ലിയർ ആണല്ലോ, 67,200. ഇനി അടുത്തത് നമ്മൾ അത് എഴുതി. ഏപ്രിലെ വാല്യൂ എത്രയാണ് നോക്കിക്കോളൂ. ഏപ്രിലെ വാല്യൂ 90,000 ആണ്. 90,000. സോ യു ക്യാൻ റൈറ്റ് ഏപ്രിൽ നമ്മൾ 90,000 വാല്യൂ എഴുതുവാണ്. ഏപ്രിൽ 90,000. സോ നോക്കാം, 90,000. അപ്പോൾ നമുക്ക് എന്താണ് കാൽക്കുലേഷൻ? 90,000ൻ്റെ 20% അതേ മാസം കിട്ടും, വിച്ച് മീൻസ് 18,000. അപ്പോൾ നമുക്ക് എഴുതാം, ഏപ്രിൽ തന്നെ 18,000 കിട്ടും. എന്നാൽ റിമൈനിങ് 80%, റിമൈനിങ് 80% അടുത്ത മാസം കിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് 72,000. 72,000. ക്ലിയർ ആണല്ലോ. ഇനി മെയിൽ എത്രയാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്? മെയിൽ 1,20,000 ആണ്. അപ്പോൾ നമ്മൾ മെയിൽ എടുക്കാൻ പോവാണ്. 1,20,000. അപ്പോൾ മെയിൽ 1,20,000 എന്ന് എഴുതാം. ഇനി നോക്കാം, 1,20,000 നമ്മൾ എടുക്കുന്നു. അതിൻ്റെ 20% ആ മാസം തന്നെ നമുക്ക് കിട്ടും, വിച്ച് മീൻസ് 24,000. ഇനി ഈ 24 ഇതിൻ്റെ ബാക്കിയുള്ള 80% നെക്സ്റ്റ് മന്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, വിച്ച് ഈസ് 96,000. ഓക്കെ, 96,000. ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റാണ്, നമുക്ക് 3 ക്വാർട്ടറിലാണ് പറഞ്ഞേക്കുന്നത്, ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ. അപ്പം അത് 3 മാസത്തേതാണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഇതിങ്ങനെയാണത് ഫ്ലോ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ജൂണിലത്തെ കാര്യം നോക്കിയേ, 1,35,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? ജൂണിലേത് 1,35,000. അപ്പോൾ നമുക്ക് നോക്കാം, 1,35,000 ഇൻറ്റു 20% ആ മാസം കിട്ടും അല്ലേ, 27,000. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എഴുതണ്ട, കാരണം ജൂലൈ
നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞ വാല്യൂസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത് എങ്ങനെയാണ്? റെസിപ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിലെയും മെയ്യിലെയും ജൂണിലെയും ആണ് റെസിപ്റ്റ് എഴുതേണ്ടത്. പക്ഷേ അതിൻ്റെ അകത്ത് എത്ര ക്യാഷ് ഉണ്ട്? 18,000 ക്യാഷ് ആൻഡ് 80% ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ഇത് നമുക്ക് സൈഡിൽ വെക്കാം. നമ്മൾ റെസിപ്റ്റ് ആയിട്ട് എഴുതുമ്പം നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഏപ്രിലെയും മെയ്യിലെയും ജൂണിലെയും മാത്രമേ പറയുന്നുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ഫസ്റ്റ് amount received from cash sales. അങ്ങനെയെങ്കിൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ക്യാഷ് സെയിൽസ് എത്രയാണ്? ഏപ്രിലേത് എത്രയാണ്? 18,000 അല്ലേ? ഏപ്രിലേത് 18,000. മെയ്യിലേതോ 24,000. മെയ്യിലെ 24,000 ആൻഡ് ഫോർ ജൂൺ 27,000. ഫോർ ജൂൺ 27,000. അപ്പം പകുതി 20% എത്രയായിട്ടാണ്? ക്യാഷ് സെയിൽസ് ആയിട്ട് കിട്ടി. ഇനി അടുത്ത എന്താണ്? എമൗണ്ട് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റ് സെയിൽസ്. So you can write amount received from credit sales. Amount received from credit sales. അത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 67,200, മെയ്യിൽ 72,000 ആൻഡ് ജൂൺ 96,000. അപ്പോൾ നമുക്ക് ഒരു റെസിപ്റ്റ് അല്ലേ ഉള്ളൂ. ആ ഒരു റെസിപ്റ്റ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. പക്ഷേ അത് റിസീവ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ വാല്യൂസ് നമ്മൾ എഴുതാൻ. ഈ വാല്യൂസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മളിപ്പം പറയുകയും ചെയ്തു. അപ്പം മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ ഈ സെയിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ട്രാൻസാക്ഷൻസും അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവും. അത് നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് കഴിഞ്ഞ് നോക്കിക്കോളൂ. റെക്കോർഡ് ഓൾ റെസിപ്റ്റ് ബേസ്ഡ് ഓൺ ദി ഡിലേ. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ടേക്ക് ദി ടോട്ടൽ ഓഫ് ദി റെസിപ്റ്റ്സ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? സോ വി ആർ ഡിസ്കസിങ് സ്റ്റെപ്പ് നമ്പർ 5, ഫൈൻഡ് ദി ടോട്ടൽ ഓഫ് ദി റെസിപ്റ്റ്സ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഒരു ക്യാമറയിൽ ഒരു ചെറിയൊരു എറർ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു കണക്ഷൻ എറർ വന്നിരിക്കുന്നത്. സോ വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദി റിമൈനിങ് പാർട്ട്. സോ വി നീഡ് ടു ടേക്ക് ദി ടോട്ടൽ ഓഫ് ദി റെസിപ്റ്റ്. സോ വാട്ട് വി ആർ റൈറ്റിംഗ് ഈസ് here we will be writing the total receipts. Okay, so we need to take the total of each of the month April, May, June. But നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടോട്ടൽ റെസിപ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഓപ്പണിംഗ് ബാലൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കൊരു ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് പിന്നെ ഈ മെയ്യിലെയും ജൂണിൻ്റെയും ഒക്കെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആ സ്റ്റെപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കാൽക്കുലേഷൻ ഈസി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സ്റ്റെപ്പ് ഇവിടെ നിന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഇത് നമുക്ക് പിന്നീട് നമ്മൾ പേയ്മെൻറ്റ്സ് എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മളിനി 6th സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. യു ക്യാൻ റെക്കോർഡ് ഓൾ ദി പേയ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡിലേ. അപ്പോൾ നമ്മൾ അടുത്ത ഹെഡിങ് എഴുതാം. സോ ആഫ്റ്റർ റെസിപ്റ്റ്സ് യു ക്യാൻ റൈറ്റ് ദി പേയ്മെൻറ്റ്സ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ ഏതൊക്കെ പേയ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നതെന്ന്. യു ക്യാൻ സി പർച്ചേസ് ഒരു ഔട്ട്ഫ്ലോ ആണ്, വേജസ് ഔട്ട്ഫ്ലോ ആണ്, ഫാക്ടറി എക്സ്പെൻസസ് ഔട്ട്ഫ്ലോ ആണ്, ഓഫീസ് എക്സ്പെൻസസ് ഔട്ട്ഫ്ലോ ആണ്, സെല്ലിംഗ് എക്സ്പെൻസസും ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? payments. So we can look on to the information relating to each of the item. So you can take the first point. The period of credit allowed by the supplier is for 2 months. So what is the meaning of the period of credit? Which means the supplier means he has supplied us raw materials. Correct? He has supplied us the raw materials. അപ്പം ഈ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി പർച്ചേസ്. പറഞ്ഞിരുന്നത് പീരീഡ് ഓഫ് ക്രെഡിറ്റ് ഈസ് ഫോർ 2 months. അതായത് അതിനർത്ഥം എന്താണ്? ഫെബ്രുവരിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ 2 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? അതിൻ്റെ പൈസ കിട്ടുള്ളൂ. അപ്പം ഫെബ്രുവരിയിലത്തെ പൈസ എന്നാണ് കിട്ടുന്നത്? മാർച്ചും കഴിഞ്ഞിട്ട് ഏപ്രിൽ. മാർച്ചിലെ പൈസയോ ഏപ്രിലും കഴിഞ്ഞിട്ട് മെയ്യിൽ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റെക്കോർഡിങ് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് മനസ്സിലായല്ലോ, അതായത് ഫെബ്രുവരിയിലെ പൈസ നമുക്ക് കിട്ടുന്നത് ഏപ്രിലാണ്.
അതുപോലെ തന്നെ മാർച്ചിലെ പൈസ നമുക്ക് കിട്ടുന്നത് മെയ്യിലാണ്. അതുപോലെ ഏപ്രിലത്തെ പൈസ നമുക്ക് കിട്ടുന്നതോ അത് ജൂണിലായിരിക്കും. അപ്പോൾ നോക്കിക്കോളൂ, അപ്പോൾ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഏപ്രിലും മെയ്യിലും ജൂണിലത്തെ എമൗണ്ട് അല്ലേ. അപ്പോൾ ഏപ്രിൽ കിട്ടുന്ന ഏതാണ്? ഫെബ്രുവരിയിലെ എമൗണ്ടും, മെയ് കിട്ടുന്നത് മാർച്ചിലെ എമൗണ്ടും, ജൂണിൽ കിട്ടുന്നത് ഏപ്രിലെ എമൗണ്ടും ആയിരിക്കും. അല്ലാതെ ആ കൺസേൺഡ് എമൗണ്ട് അല്ല. കാരണം നമുക്ക് ക്രെഡിറ്റ് പീരീഡ് തന്നിരിക്കുന്നത് എന്താണ്? 2 months പീരീഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? സോ ദ ഫസ്റ്റ് ഐറ്റം നമുക്ക് എന്ത് ചെയ്യാം? ദ പർച്ചേസസ് ആണെന്ന് പറയാം അല്ലേ. സോ ദി എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് നമുക്ക് എഴുതാം. എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ ഈ എമൗണ്ട് നമ്മൾ എടുക്കുന്ന എവിടെ നിന്നാണ്? ദ വാല്യൂ ഈസ് ടേക്കൺ ഫ്രം പർച്ചേസസ് ആൻഡ് ഇറ്റ് ഈസ് ഗിവിങ് എസ് 2 months ക്രെഡിറ്റ് അല്ലേ. ക്രെഡിറ്റ് പീരീഡ് നമുക്ക് തന്നിരിക്കുന്നത് 2 months ആണ്. സോ ഹൗ വിൽ ബി റൈറ്റിംഗ്? ഫെബ്രുവരിയിലെ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് മാർച്ചിലാണ്. സോ ഫെബ്രുവരിയിലെ എമൗണ്ട് ആണ് നമ്മൾ എപ്പോൾ എഴുതുന്നത്? ഏപ്രിൽ എഴുതുന്നു. ഓക്കെ, 45,000. സിമിലർലി മാർച്ചിലെ എമൗണ്ട് 48,000 നമുക്ക് കിട്ടുന്ന എന്താണ്? മെയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൽ 48,000 എന്ന് എഴുതും. അതുപോലെ തന്നെ ഏപ്രിലെ കിട്ടുന്നത് ജൂണിലാണ്. ആ 52,500 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എഴുതും. ഓക്കെ, സോ ദീസ് ആർ ദി വാല്യൂസ് റിലേറ്റിംഗ് ടു ദി ക്രെഡിറ്റ് പീരീഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞതാണ്, സെക്കൻഡ് വൺ കഴിഞ്ഞു, തേർഡ് വൺ കഴിഞ്ഞു. ഓക്കെ, ഇനി തേർഡ് വൺ ആണ് നമ്മൾ ഡയറി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് ഓൾ എക്സ്പെൻസസ് ഈസ് ഫോർ 1 month. അതായത് നമുക്ക് വീണ്ടും ഉള്ള എക്സ്പെൻസ് ഉണ്ട്. ഏതൊക്കെ എക്സ്പെൻസസ്? വേജസ്, ഫാക്ടറി, ഓഫീസ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഈ എക്സ്പെൻസസ് എല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദേ ഹാവ് എ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഫോർ 1 month. അപ്പോൾ എല്ലാത്തിനും 1 month ഡിലേ പീരീഡ് ഉണ്ട്. അതായത് ഫെബ്രുവരിയിലെ എക്സ്പെൻസ് കിട്ടുന്ന എന്നാണ്? മാർച്ചിലെ എക്സ്പെൻസ് കിട്ടുന്നത് ഏപ്രിലിൽ കിട്ടുന്നത് മെയ്യിലെ കിട്ടുന്നത് ജൂണിലെ കിട്ടുന്നത് നെക്സ്റ്റ് മന്ത്. അപ്പോൾ നമുക്ക് എല്ലാ എക്സ്പെൻസസും നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് 1 by 1 എക്സ്പെൻസസ് എഴുതാം. അപ്പോൾ യു ടേക്ക് ദി ഫസ്റ്റ് വൺ റിലേറ്റിംഗ് ടു വേജസ്. നമുക്ക് അതായത് എഴുതാം പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു വേജസ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഏതിലേ ഉള്ളൂ? ഏപ്രിൽ, മെയ് ആൻഡ് മെയ് ജൂണിലെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വേജസിൻ്റെ ഫെബ്രുവരിയിൽ എന്നാണ് കിട്ടുന്നത്? മാർച്ചിൽ കിട്ടും. മാർച്ചിൽ ഏപ്രിൽ കിട്ടും. ഏപ്രിലത്തേത് മെയ് കിട്ടും. മെയ്യിലേത് ജൂണിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഏപ്രിൽ, മെയ് ആൻഡ് ജൂണാണ് എഴുതേണ്ടത്. അപ്പോൾ ഏപ്രിൽ കിട്ടുന്ന ഏതാണ്? മാർച്ചിലെ എമൗണ്ടാണ്. അപ്പോൾ മാർച്ചിലെ എമൗണ്ടാണ് വേജസ് ആയിട്ട് അവിടെ എഴുതേണ്ടത്, 9,750. സിമിലർലി മെയ് കിട്ടുന്ന ഏതിലാണ്? ഏപ്രിലിലെ എമൗണ്ടാണ്. അപ്പം 10,500. അതുപോലെ തന്നെ ജൂണിൽ കിട്ടുന്ന ഏതാണ്? മെയ്യിലെ എമൗണ്ടാണ്. അപ്പം 13,500. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അതർ എക്സ്പെൻസസ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ഏതാണ്? ഫാക്ടറി എക്സ്പെൻസസ്. ഇതേ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏപ്രിലിൽ കിട്ടുന്നത് ഏതിലെ എമൗണ്ട് ആയിരിക്കും? മാർച്ചിലെ എമൗണ്ട് ആയിരിക്കും ഏപ്രിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നതാണ് 8,250. ഇനി മെയ് കിട്ടുന്നതോ ഏപ്രിലത്തെ എമൗണ്ട് ആയിരിക്കും. കാരണം 1 month പീരീഡാണ് നമുക്കിവിടെ ഡിലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ആ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ജൂണിൽ കിട്ടുന്നതോ മെയ്യിലെ എമൗണ്ട് ആയിരിക്കും. സോ ഇറ്റ് ഈസ് 11,250. അപ്പം അടുത്തത് ഓഫീസ് എക്സ്പെൻസസ് ആണ്. ഓഫീസ് എക്സ്പെൻസസ് സിമിലർലി ഇത് സെയിം വേയിലാണ്. മാർച്ചിൽ എന്ന് കിട്ടും? ഏപ്രിൽ കിട്ടും. അപ്പം നമുക്ക് എഴുതേണ്ടതാണ് 6,000. അതുപോലെ തന്നെ ഏപ്രിൽ എന്ന് കിട്ടും? മെയ്യിൽ കിട്ടും, അത് 6,000 എഗെയിൻ. ഇനി മെയ്യിൽ എന്ന് കിട്ടും? ജൂണിൽ കിട്ടും, അതും 6,000 ആണ്. ഇനി ഈ 7,000 എന്നേ കിട്ടുള്ളൂ, ജൂലൈയിലേ കിട്ടുള്ളൂ. അത് അന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്തതാണ് എന്ത്? സെല്ലിംഗ് എക്സ്പെൻസസ്. ഇനി സെല്ലിംഗ് എക്സ്പെൻസസ് ഇതേ ടൈപ്പിൽ തന്നെയാണ്. മാർച്ചിലെ എപ്പോൾ കിട്ടും? ഏപ്രിൽ കിട്ടും. ഏപ്രിലെ മെയ്യിലും, മെയ്യിലെ ജൂണിലും. അപ്പോൾ ഏപ്രിൽ ഏതാ എഴുതേണ്ടത്? മാർച്ചിലെ എമൗണ്ട് ആയിരിക്കും എഴുതേണ്ടത്, 4,500. അപ്പോൾ ഏപ്രിലേത്? മെയ്യിൽ. അപ്പോൾ 5,250. അപ്പം മെയ്യിലേത് ജൂണിൽ കിട്ടും. അപ്പം 6,570.
ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ആദ്യത്തെ 4 നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി 5ാമത്തെ ഇൻഫർമേഷനാണ് ഇൻകം ടാക്സ് ഓഫ് ₹57,500 ഈസ് ഡ്യൂ ടു ബി പെയ്ഡ് ഓൺ June 15, 2014. അപ്പം ഇത് പേ ചെയ്യേണ്ടതെന്നാണ് June 15-നാണ്. അപ്പം നമ്മുടെ ഇവിടെ ജൂണിൽ മാത്രമേ അത് റെക്കോർഡിംഗ് ഉണ്ടാവുള്ളൂ. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? പേയ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ആൻ ഔട്ട്ഫ്ലോ. സോ യു ക്യാൻ റൈറ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ അത് ജൂണിൽ, ഏപ്രിലില്ല, മെയ്യിലില്ല, ജൂണിൽ മാത്രമേ ഉള്ളൂ. ജൂണിലത്തെ എമൗണ്ട് 57,500. ഓക്കെ ആണല്ലോ. സിമിലർലി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 5th എൻട്രി നമ്മൾ തീർത്തു. ഇനി 6th വരുന്നതാണ് കമ്പനി ഈസ് ടു പേ ദി ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് എ ബോണസ് ടു ദി വർക്കേഴ്സ് ദാറ്റ് ഈസ് 15,000 and 22,500 റെസ്പെക്റ്റീവ്ലി ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാസങ്ങളിലും ഇല്ല. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് ഡിവിഡൻഡ്, 2 ബോണസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഏത് മാസം എന്നാണ് പറഞ്ഞേക്കുന്നത്? ഏപ്രിൽ. സോ ഫസ്റ്റ് എമൗണ്ട് 15,000 ആണ്. സോ 15,000. അപ്പോൾ അത് അടുത്ത മാസങ്ങളിലൊന്നും അതില്ല. നെക്സ്റ്റ് വൺ ഈസ് ബോണസ് ടു വർക്കേഴ്സ്. ബോണസ് ടു വർക്കേഴ്സ് സെക്കൻഡ് എമൗണ്ട് 22,500. ബാക്കിയുള്ള മാസങ്ങളിലൊന്നും ബാക്കിയുള്ള എമൗണ്ടുകളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത എൻട്രി നമ്മുടെ തീർത്തു. അതായത് 6th ഐറ്റം നമ്മൾ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഐറ്റമാണ് 7th ഐറ്റം. പ്ലാന്റ് കോസ്റ്റിംഗ് ₹5 lakh ഹാസ് ബീൻ ഓർഡേഡ് ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ആൻഡ് പേ ഇൻ മെയ് 2014. അപ്പോൾ ഇനി മെയിനെ പേര് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് ഐറ്റമാണ്. ക്യാഷ് ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഇതിനകത്ത് കറണ്ട് ഐറ്റംസ് മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്. ഇഫ് ദർ ആർ നോൺ കറണ്ട് ഐറ്റംസ് ഓൾസോ ദാറ്റ് ഓൾസോ വിൽ ബി റെക്കോർഡഡ്. അപ്പോൾ അതൊരു പേയ്മെൻ്റ് ആണ്. ഇൻഫ്ലോ ഔട്ട്ഫ്ലോ നോക്കിയിട്ടാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അത് കറണ്ട് ഐറ്റംസ് മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്, നോൺ കറണ്ട് ഐറ്റംസുമായിട്ട് റിലേറ്റഡ് പേയ്മെൻറ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതൊരു ഔട്ട്ഫ്ലോ ആണെങ്കിൽ അത് കൃത്യമായിട്ടും ഈ ബജറ്റിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഒരു പർച്ചേസ് ഓഫ് പ്ലാന്റ് ആണ്, അതും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഏത് മാസം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മെയിലാണ്. അതുകൊണ്ട് അത് എവിടെയായിരിക്കും? മെയിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഹിയർ പർച്ചേസ് ഓഫ് പ്ലാന്റ്. പർച്ചേസ് ഓഫ് പ്ലാന്റ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ മെയ്. അതുകൊണ്ട് മെയിൽ നമ്മൾ 5 lakh എന്ന് എഴുതും. അപ്പം ബാക്കിയുള്ള മാസങ്ങളിൽ അതിൻ്റെ കാൽക്കുലേഷൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ആഫ്റ്റർ റെക്കോർഡിങ് ഓൾ ദീസ് തിങ്സ് ടേക്ക് ദി ടോട്ടൽ ഓഫ് അവർ പേയ്മെൻറ്റ്സ്. അതാണ് 7th സ്റ്റെപ്പ്. നമ്മളിവിടെ 5th സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിരുന്നു. നമ്മൾ ടോട്ടൽ ചെയ്തിട്ടില്ല. അത് നമ്മൾ ടോട്ടൽ ചെയ്യും. ഇനി നമുക്ക് ടോട്ടൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ എന്ത് ചെയ്തു? പേയ്മെൻറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്. സോ പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ ചെയ്യാനായിട്ട് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എന്ത് എഴുതുക? ടോട്ടൽ പേയ്മെൻറ്റ്സ് എന്ന് എഴുതുക. സോ യു ക്യാൻ റൈറ്റ് ഹിയർ ദി ടോട്ടൽ പേയ്മെൻറ്റ്സ്. ടോട്ടൽ പേയ്മെൻറ്റ്സ്. ഇനി നമുക്കറിയാം നമ്മളിവിടെ നെറ്റ് ഇൻകം മെത്തേഡാണ്. അപ്പോൾ നമ്മളുടെ ഈ റെസിപ്റ്റിൻ്റെ ടോട്ടലും ഈ പേയ്മെൻറ്റിൻ്റെ ടോട്ടലും തമ്മിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇവിടെ ലാസ്റ്റ് വരുന്നതാണ് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ നമ്മൾ ഈ റെസിപ്റ്റ്സിനെ എ എന്നും പേയ്മെൻറ്റ്സിനെ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ക്ലോസിംഗ് ബാലൻസ് ഈസ് എ മൈനസ് ബി. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് ടോട്ടലിംഗ് ചെയ്യാം. അപ്പോൾ ടോട്ടലിംഗ് ചെയ്യുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്റ്റ്സിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്റ്റ്സിൽ ഈ ഓപ്പണിംഗ് ബാലൻസും കൂടെ കൂട്ടിയുള്ളത് വേണം ചെയ്യാൻ. സോ ഫസ്റ്റ് ഈസ് 1,20,000 പ്ലസ് 18,000 പ്ലസ് 67,200. അപ്പോൾ ഇത്ര ചെയ്യുമ്പോൾ 2,05,200 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുക അതെവിടെ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ടോട്ടൽ റെസിപ്റ്റ്സിൻ്റെ അവിടെ എഴുതണം 2,05,200. അപ്പം ഈ ഓപ്പണിംഗ് ബാലൻസും കൂടെ കൂട്ടി വരുന്ന എമൗണ്ട് ആണ് നമ്മൾ എവിടെ എഴുതുന്നത്? ടോട്ടൽ റെസിപ്റ്റ്സിൻ്റെ അവിടെ എഴുതുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദി ടോട്ടൽ പേയ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് നോക്കുക. 45,000 പ്ലസ് 9,750
plus 8,250 plus 6,000 plus 4,500 plus 15,000 plus 22,500. നമുക്ക് കിട്ടുന്നതാണ്, നോക്കിക്കോളൂ, നമുക്ക് കിട്ടുന്ന ആൻസർ 1,11,000 ആണ്. അതായിരിക്കും നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ദി ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. സോ 1,11,000. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസിപ്റ്റ് മൈനസ് പേയ്മെൻറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ദി ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടും. സോ 2,05,000 മൈനസ് 1,11,000. So you will get the answer 94,200. Okay, 94,200. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് മന്തിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. സോ ഹിയർ ഇറ്റ് വിൽ ബി 94,200. ഇനി ഈ 94,200 കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ആ റെസിപ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, നമുക്കതിൻ്റെ ടോട്ടൽ റെസിപ്റ്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ കിട്ടുന്നത് 1,90,200 എന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5,78,750 എന്നായിരിക്കും. അപ്പോൾ നോക്കിക്കോളൂ, പേയ്മെൻറ്റ്സ് കൂടുതലും റെസിപ്റ്റ്സ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫിഗർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ഫിഗർ -3,88,550 എന്നായിരിക്കും. ഓക്കെ, -3,88,550. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് എഴുതും, ഈ ഓപ്പണിംഗ് ബാലൻസിൻ്റെ അവിടെ എഴുതും -3,88,550. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ആഡ് ചെയ്യുകയാണ് റെസിപ്റ്റ്സിൻ്റെ കോളം. അപ്പോൾ നമ്മൾ റെസിപ്റ്റിൻ്റെ കോളം ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് -3,88,550 പ്ലസ് 27,000 പ്ലസ് 96,000. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -2,65,550 എന്നായിരിക്കും. നമ്മൾ അതുപോലെ തന്നെ പേയ്മെൻറ്റ്സിൻ്റെ സൈഡ് കൂട്ടുന്നു. അപ്പോൾ പേയ്മെൻറ്റ്സിൻ്റെ സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,47,320 എന്നാണ്. അപ്പം -2,65,550 മൈനസ് 1,47,320 എന്ന് പറയുമ്പോൾ അത് ആഡ് ചെയ്യുന്ന ഒരു ഇഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ -4,12,870 എന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ക്ലോസിംഗ് വാല്യൂസും നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മെയ് ആൻഡ് ജൂണിൽ നമുക്ക് നെഗറ്റീവ് ക്യാഷ് ബാലൻസുകളാണുള്ളത്. അതായത് നമുക്കിവിടെ എന്ത് ചെയ്യണം, വി ഷുഡ് ഐഡൻറ്റിഫൈ ഓർ ഫൈൻഡ് ഔട്ട് അഡീഷണൽ ഫണ്ട്സ്. ഓക്കെ, the business need to identify additional funds, and these funds can be obtained either by selling your marketable securities or by adopting or by taking loans, or by selling മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പോൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് വിറ്റിട്ടോ അല്ലെങ്കിൽ ലോണുകൾ എടുത്തിട്ടോ നമുക്ക് അഡീഷണൽ ക്യാഷ് ഏത് സമയത്തും ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. മെയ്യിലോ ജൂണിലോ ഒക്കെ നമുക്ക് അത് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, കാരണം നമുക്ക് നെഗറ്റീവ് ഫിഗേഴ്സാണ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും തരുന്നത്. നമ്മളിവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ കൃത്യമായിട്ട് നോക്കുക, നമ്മുടെ സ്റ്റെപ്സ് മറന്നു പോകരുത്. ആദ്യം നമ്മൾ ബജറ്റ് പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. കാരണം ബജറ്റ് പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ റെസിപ്റ്റ്സും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം പേയ്മെൻറ്റ്സുകൾ റെക്കോർഡ് ചെയ്യും. പിന്നീട് റെസിപ്റ്റിൻ്റെ ടോട്ടൽ ഓപ്പണിംഗ് ബാലൻസും കൂടെ കൂട്ടിയിട്ട് നമ്മൾ റെസിപ്റ്റിൻ്റെ ടോട്ടൽ കാണും. പിന്നീട് പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ കാണും. ഏറ്റവും അവസാനം ക്ലോസിംഗ് ബാലൻസ് കാണും. ഈ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ആദ്യത്തെ വർഷത്തെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ആദ്യത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് നെക്സ്റ്റ് മന്തിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പോകുന്നത്. പിന്നീടായിരിക്കും അതിൻ്റെ ടോട്ടലുകൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനിയും ഫർദർ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം.